എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനി RC കാർ നമ്മൾ ഗീവ് അവേ കൊടുക്കുമെന്ന്. ഇതാ ഇത്രയേ ഉള്ളൂ കാറ്. പോക്കറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുള്ളി മെറ്റലാണ് വരുന്നത്. അടുത്തോട്ടാണ് കാണിച്ചു കൊടുക്കട്ടെ. ഇതാ C ടൈപ്പ് ചാർജറാണ്, മറ്റേ ടൈപ്പ് അല്ല. ഇത് ഓൺ ഓഫ് ബട്ടൺ കണ്ട 3 ടൈപ്പ് സ്പീഡ് കൺട്രോൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ റിമോട്ട് ഞാൻ കാണിച്ചു തരാം. മൈക്ക് കയ്യിരിക്കുന്നതുകൊണ്ടേ ഒറ്റ കയ്യിൽ എടുക്കാൻ പറ്റില്ല. റിമോട്ട് കാറിൻ്റെ എത്രയേ ഉള്ളൂ, ഇതാ എൻ്റെ ഈ വിരലിൻ്റെ എത്രയേ ഉള്ളൂ. കണ്ട, ഇതാണ് റിമോട്ട്. 3 ടൈപ്പ് സ്പീഡ് കൺട്രോൾ ഉണ്ട്. സെറ്റ് സാധനമാണ്. ഞാൻ ഓട്ടിച്ച് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ റൂളെന്ന് പറയുമ്പം ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻ്റ് ഇടുന്ന ആരാണ് അവരെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് താഴെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ DM ഹായ് ഇടണം. അല്ലാതെ ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞ് കൊറിയർ ഇട്ട് തരും. ഫസ്റ്റ് ആര് കമൻ്റ് ഇടുന്നു അവർക്കായിരിക്കും ഇത്. ഗൈസ്, മഴയാണ്. മഴയത്ത് നമുക്ക് ഓവറായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് കാറ്. ഓട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ അൾട്രാ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സ്പീഡാണ് ഇത്. ഇനി ഏറ്റവും ലോ സ്പീഡാണ് ഇത്. കിടിലൊരു കാറാണ്. ഞാൻ പറയാം. ഇപ്പോഴും ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അള്ളാണോ, ഇത് കിടിലൻ കാറാണ്. ഞാൻ ഇത് തരുന്നവൻ ആരായാലും വിഷമമുണ്ട്. കാര്യം പൈസ കൊടുത്ത് വാങ്ങിയതാണ്. 2500 രൂപയാണ് ഈ ചെറിയ സാധനത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഹോട്ട് വീൽസിൻ്റെ സൈസ് വരുമോടാ. ഹോട്ട് വീൽസിൻ്റെ സൈസ് വരും, അത്രയും വരത്തില്ല. എന്നാലും ഡൈകാസ്റ്റ് മോഡലാണ്. 2500 രൂപ വരാനുള്ള കാര്യമെന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് അടി പണിഞ്ഞ് വെച്ചേക്കുന്ന കാര്യം, ലൈറ്റ് വർക്ക്, C-പിൻ, ചാർജർ, അതുകൊണ്ട് മാത്രമാണ്. വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. മഴയത്ത് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി ഞാൻ പറയാൻ പോണത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. ഈ കിണർ കാണിച്ചു കൊടുത്താണ്. ഈ കിണറിൽ ഗ്രില്ലുണ്ട്. അപ്പുറത്തെ കിണർ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. മാക്സിമം സൂം ഔട്ട്. അപ്പുറത്തെ കിണർ കണ്ടല്ലേ, അവിടെ നിൽറാ. അപ്പുറത്തെ കിണറിൽ ഞാൻ വീണിട്ടുണ്ട്. ഓണം വെക്കേഷൻ കസിൻസ് എല്ലാവരും കൂടെ ഒരു ദിവസം കളിച്ച് 12 വയസ്സ് സാറ്റ് കളിച്ച്. സാറ്റ് കളിച്ചപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കിണറാണെന്നും പറഞ്ഞ് കയറിയിരുന്നു. ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്ത് ഗ്രില്ലുണ്ടെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗ്രില്ലില്ല. ഇപ്പം ഗ്രില്ലുണ്ട്. ഞാൻ വീണതിന് ശേഷം അവർ ഗ്രില്ല് വെച്ച്. ഞാൻ കയറി ഇരുന്നിട്ട് ഗ്രില്ലാണെന്നും പറഞ്ഞ് കയറി ബാക്കിലോട്ട് നീങ്ങിയിരുന്നു കൊടുത്ത്. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് ഇരിക്കുന്ന കണക്ക് ഒരു ഫീലായിരുന്നു. അല്ലേടോ മറേ? എവ വന്ന ആകാശത്തായിരുന്നു. പോട്ടറാ, ചുമ്മാ. വിഷമമായ നീ കരയുന്ന എന്തിന്? കരയുന്ന കാര്യം ഒരു ഫീല്. എൻ്റെ ഉമ്മോ, ഇപ്പൊ കിടന്നേനെ. ഞാൻ വളർത്തിയ പൂച്ചകളാണ് ആ 3 വെള്ള. മറ്റേത് ക്രോസ് ഞാൻ വളർത്തിയല്ല. ഞാൻ നെടുമങ്ങാട് നിന്ന് എൻ്റെ കുടുംബമായിട്ട് നിന്ന് എടുത്തിട്ട് വന്ന പൂച്ചകളാണ്. ഒരു പിടിയും കിട്ടില്ല. പിങ്കേ ഗൈസ്, നമുക്ക് സച്ചൂട്ടനെ കാണാം. താഴെ കാണിച്ചു കൊടുത്താ. ഡേയ് എന്തിരാ ഓടാ. ആള് ഭയങ്കര ദേഷ്യക്കാരനാണ്. പോടാ പോടാ. എന്നെ ഇടിച്ചുകളയും. എന്തിരാ ആളങ്ങനെയാണ്. എന്താണെന്ന് ഒരു പിടിയില്ല. കട്ടി ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് പിള്ളേരെ ദഫ് പ്രാക്ടീസ് കാണാനാണ്. ഇവിടെ നിന്നേ പാട്ട് കേൾക്കാം. ഹൈ വോള പള്ളിയൊക്കെ കിടന്ന് മുഴങ്ങണമെന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ പാട്ട് കേട്ടില്ലേടാ. നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ പാട്ട് കേട്ട്. എന്തുകൊണ്ടാണ് ഉമർ ദഫിനില്ലാത്തത് പറയൂ. അതെനിക്ക് അടി കിട്ടുന്നുണ്ട്. ഷിനുക്കായൊക്കെ പിള്ളേരെ ഭയങ്കര മർദ്ദനം എന്നാണ് കേട്ടത്. ചുമ്മയുടെ പാവമാണ് പുള്ളി അല്ലേ. നമുക്ക് ഷിനുക്കാടുത്ത് വിവരങ്ങൾ ചോദിക്കണം. വാടാ.
ഒതുക്കം നിന്ന് കളിക്കുന്ന നോക്കിയാണ്. ഗൈസ് നമുക്ക് ഇവിടത്തെ മിനി യൂട്യൂബറിനെ കാണാം. ഹിബത്ത് കാണാം. 35 സബ്സ്ക്രൈബർ, ചെറിയല്ല. അല്ലാണെ ഞാൻ നിന്നെ കളിയാക്കത്തില്ല. ഞാൻ ഇതിലേക്ക് അല്ലാണെ കളിയാക്കാൻ പറ്റൂല ഇതിന്. അത് തന്നെ നിന്റെ ആ മൈൻഡില്ലേ. എൻ്റെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. എന്തേരനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചുമ്മാ അവന് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആളിന് ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ട്. പക്ഷേ വന്ന് നിന്ന് കോപ്രായം കാണി. ആ ഒരു വില കളയും. മനസ്സിലായ? പറ, നിന്റെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ക്യാമറയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഗൈസ്. അപ്പോൾ സിദ്ധാനിക്കയുടെ യൂട്യൂബിൽ ഞാൻ വരാൻ കാരണം ഞാൻ ഒരു യൂട്യൂബ് തുടങ്ങി. സിദ്ധാനിക്ക എന്നെ സ്പൂക്കടിച്ച് പറഞ്ഞ് പ്രമോഷനായിട്ട് സിദ്ധാനിക്ക തന്ന് എനിക്കെന്തൊരു പറയണമെന്ന് പറഞ്ഞൂടാ. നിനക്ക് ഞാൻ 1 കോടി രൂപ തന്നില്ലല്ലേ ഇത്ര എക്സ്പ്രഷൻ ഇടാ. നീ പോയി അവിടെ ഇരി. ഇല്ല, ജോജി തമ്പി കാറ് ഗിവ് എടുത്ത ഫീല്. ഞാൻ എന്തൊരു പറയട്ടെ. നീ എന്തിനു പറയട്ടെന്ന്? നിനക്കല്ലേ പറയാൻ മുട്ടിയിരിക്കുന്ന. എനിക്ക് എന്തൊരു പറയാൻ ഞാൻ ചോദിച്ചത്. നീ ക്രിസ്ത്യാനോ ഫാനാണ്, റൊണാൾഡോ ഫാനാണ്? എല്ലാം ഒന്ന് തന്നെയാ. ബുദ്ധിയുണ്ട് കേട്ടോ അവന്. നീ മെസ്സി ഫാനാണ്, ആൻഡ്രിയോ ഫാനാണ്? ആൻഡ്രിയോ ഫാനാണ്? ഇതെല്ലാം ഒന്ന് തന്നെ. കണ്ണിങ് വന്നിട്ടാ. നില്ലേ മെസ്സിക്ക് എത്ര ബാലൻ ഡോർ ഉണ്ട്? നീ എത്രയില്? നീ എത്രയില്? മെസ്സിക്ക് എത്ര ബാലൻ ഡോർ ഉണ്ട്? 8. മെസ്സി ഫാനാണ്, ഞാൻ റൊണാൾഡോ ഫാൻ. റൊണാൾഡോക്ക് എത്ര ബാലൻ ഡോർ ഉണ്ട്? എത്ര വേൾഡ് കപ്പ് ഉണ്ട്? എത്ര UCL-ഉണ്ട്? 4 വേൾഡ് കപ്പ് അല്ലേ? നീ സീനാണ്. നീ റൊണാൾഡോന്റെ നീ ഐഷോ സ്പീഡാണ്. ഐഷോ സ്പീഡിന്റെ കട്ട്, മിനി ഐഷോ സ്പീഡ്. നീ അവിടെ പോയി സുയി അടിച്ചാണ്. അവിടെ പോയി സുയി അടി. സുയി. ഗൈസ്, പിള്ളേരെ എല്ലാവരെയും ദഫിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. ഇനി 7 മണിക്കാണ് തിരിച്ചു വരാനുള്ളത്. മഴ ആത്ത് ഡാ, എല്ലാവരും ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ വാ. പെട്ടെന്ന് കളിക്കാം. യവന്മാർ 7 മണിക്ക് വരുക. ഞാൻ പറഞ്ഞുകൂടാ. പിള്ളേരില്ലാത്ത സമയത്ത് പിള്ളേരെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം. ഞാനൊക്കെ കഴിഞ്ഞ വർഷം വരെ ദഫിനുണ്ടായിരുന്നു. കുട്ടൂക്ക എത്ര? നമ്മളെ സീനിയർ ആയിരുന്നു കുട്ടൂക്ക. ആസിഫീ. ഗിവവേയുടെ കാര്യം പിന്നെ ആരും മറക്കണ്ട കേട്ടോ. ആണ് എൻ്റെ ഫാദർ എന്നെ കുറിച്ച്, മൂത്ത മകനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മൂത്ത മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദുഃഖിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അയ്യേ, എന്തുകൊണ്ടാണ് എന്നിൽ ദുഃഖിക്കുന്നത്? എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? നീ ആദ്യമേ ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞത്. ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു സമയത്ത് കിട്ടാതിരുന്ന ആ ഒരു ടെക്നോളജി എല്ലാം നിൻ്റെ സമയത്ത് ഉണ്ടായി. ഒരുപക്ഷെ എൻ്റെ ആ പ്രായത്തിൽ അതും കൂടെ പറയട്ടെ. എൻ്റെ ആ പ്രായത്തിൽ ഇതെല്ലാ ടെക്നോളജി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനിന്ന് വേറെ ലെവലായെങ്കിൽ അത് നീ മനസ്സിലാക്കണം. ഇവിടെ നെറ്റിയിൽ ഇങ്ങനെ സ്റ്റാച്ചു അടിച്ച് വേറെ ലെവലെന്ന് സ്റ്റാച്ചു അടിച്ചിട്ട് നടക്കണം. എന്നാൽ വേറെ ലെവലാവും. സ്റ്റാച്ചു അല്ലെങ്കിൽ ടാറ്റു അടിച്ചാലും മതി. കഴിഞ്ഞ് ഗൈസ്, മാധ്യമപ്രവർത്തകനാണ്, പത്രപ്രവർത്തകനാണ്. ന്യൂസ് ഡയറി കേരളത്തിനെ കുറിച്ച് എന്ത് പറയണം? അത് നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ അവതരിപ്പിച്ച് നിങ്ങളെ മുന്നിലേക്ക് തരികയാണ് തന്നെ. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത്. കാര്യം നമ്മൾ നല്ലതെന്നും പറഞ്ഞാണ് ഒരു ഔട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ പരാമർശങ്ങളും വിമർശനങ്ങളും കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നമ്മൾ നല്ലതാണ്, അല്ലെങ്കിൽ അതിനകത്തൂടെ നമുക്ക് റവന്യൂ വരുന്നുണ്ട്.
ഇനി എന്തൊക്കെയാണ് ചോദിക്കുക? അല്ലല്ല കട്ടല്ല, അവന് മൊത്തം പറയും. കട്ട് പണ്ടെങ്കിൽ ഗൈസ് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്യൂഷന് പോയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് 10ൽ ഫുൾ A+ വാങ്ങാൻ വരുന്ന ആളാണ് അപ്പൂസ്. അപ്പൂസ്, എന്താണ് പഠിത്തത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നുമില്ല, പഠിത്തം 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 അതാണ് പഠിത്തം. ഫുൾ A+ ആണല്ലേ ഡിസൈറ? ആണാ? ഫുൾ A+ ആണ്? ഫുൾ A+ ആണ്. പോട്ടാ ഗൈസ്. ഇപ്പോൾ എല്ലാവരും പഠിത്തമാണ്, ഞാനും പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ചിലവരെയൊക്കെ വിചാരമുണ്ട് ഇതിനകത്ത് ഈ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഫണ്ട് എമൗണ്ട് കാര്യങ്ങളും വന്നു തുടങ്ങുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെന്ന് ഒരു വിചാരമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ കാലത്ത് ഡിഗ്രി ഇല്ലാതെ എവിടെയും കയറാൻ പറ്റൂല. അതാണ് എന്നെ എന്തെങ്കിലും പഠിക്കണം ഇതാക്കണമെങ്കിൽ. അതുകൊണ്ട് നമ്മളെ കാര്യം നമ്മൾ സേഫ് ആക്കിയിട്ട് ഇത് സൈഡിൽ കൂടെ കൊണ്ടുപോകാം, മനസ്സിലായി? നമ്മൾ മിഡിലിൽ കൂടെ കൊണ്ടുപോകാൻ നമ്മളെ ഭാവിയാണ്, നമ്മളെ ലൈഫാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടാറ്റ.